ഹരേ നമ. ശ്രീകൃഷ്ണായ നമ. ശ്രീമന്നാരായണീയം ദശകം 38 ഭഗവാന്റെ അവതാരത്തെ വർണ്ണിക്കുന്നു. വസന്തതിലകം എന്ന വൃത്തം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ കുറേ ശ്ലോകങ്ങളിൽ 49 ശ്ലോകം തുടങ്ങി ഉള്ള കുറച്ച് ഭാഗങ്ങളിൽ ഈ ദശകത്തിലുള്ള അർത്ഥം ഭഗവാന്റെ അവതാര കഥ സൂചിപ്പിച്ചിരിക്കുന്നു. അവതാര സമയമടുത്തപ്പോൾ വർഷക്കാലം വന്നു ചേർന്നു. പ്രകൃതിയാകെ കുളിരണിഞ്ഞു. വസന്തം പോലെയായി. പുഷ്പം എങ്ങും പുഷ്പിച്ചു നിൽക്കുന്നു. ഉണങ്ങിയ മരങ്ങൾ, ഇലകൾ നിറഞ്ഞു നിൽക്കുന്നു. പ്രകൃതിക്ക് തന്നെ ആകെ ഒരു ഉന്മേഷം വന്ന അവസ്ഥ. ഭഗവാന്റെ ആ ആനന്ദമൂർത്തിയായ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം അവതാര കാലം അടുത്തപ്പോൾ തന്നെ ജ്വലിക്കുന്ന ആ ഭഗവാനിൽ നിന്ന്, ആ വിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണാവതാരത്തെ, വസുദേവർ, ദേവകി അവരിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള കാഴ്ചയെ കണ്ടു. ആനന്ദരൂപ ഭഗവന്നയിതേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാമാവൃണ്വതീ വിരുരുജേ കില വർഷവേല. അല്ലയോ ആനന്ദമൂർത്തിയായ ശ്രീഗുരുവായൂരപ്പ, അങ്ങയുടെ അവതാരകാലം അടുത്തപ്പോൾ ജ്വലിക്കുന്ന ആ തിരുമെയ്യിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്നത് തേജസ്സാണല്ലോ. തേജസ് എന്ന് തോന്നുമാറുള്ള ആ കനത്ത കാർമേഘങ്ങളെ കൊണ്ട് ആകാശമാർഗം ആവരണം ചെയ്യപ്പെട്ടത് കൊണ്ട് വർഷക്കാലം വിളങ്ങി ശോഭിച്ചതായി കാണപ്പെട്ടു. അർദ്ധരാത്രിക്ക് ചന്ദ്രോദയത്തിങ്കൽ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുകയാണ്. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. പെയ്ത് വെള്ളം കൊണ്ട് ദിക്കെല്ലാം നല്ലതുപോലെ കുളിർത്തു. സജ്ജനങ്ങളാകട്ടെ ആശിച്ചത് കൈവന്നതിലുള്ള ആ സന്തോഷം കാണിച്ചു. സന്തോഷം കൊണ്ട് ആകെ എല്ലാവരും പരവശരായിരിക്കുന്നത് മാതിരി ഉള്ള ഒരു അനുഭവമുണ്ടായി. അർദ്ധരാത്രി ചന്ദ്രൻ ഉദിച്ച ആ സമയത്ത് ത്രൈലോക്യത്തിന് ക്ലേശങ്ങളൊക്കെ നീക്കുന്ന ഭഗവാന്റെ അവതാരം ഈ ലോകത്തിൽ സംഭവിച്ചു. ബാല്യസ്പൃശാപി വപുഷാദുഷാ വിഭൂതിരുദ്യത്കിരീടകടകംഗദഹാരഭാസ ശംഘാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ. ആ ബാലഭാവത്തിലാണോ എങ്കിൽ ഐശ്വര്യങ്ങളെ ആവാഹിക്കുന്നതാണ്. കിരീട കടകാംഗത ഹാരങ്ങളുടെ കാന്തി കലർന്നിരിക്കുന്നതാണ്. ശംഖ, ചക്ര, പത്മ ഗദകളാൽ 4 ഭാഗത്തും കാന്തി വിതറുന്നതായ രൂപത്തോടു കൂടിയതാണ്. മേഘശ്യാമളമായ വർണ്ണം ആ തിരുമേനി കണ്ടിട്ട് അങ്ങയുടെ ആ ഈറ്റില്ലത്തിൽ പ്രകാശം പരത്തി വിലസുന്നു. ഗോകുലമാകെ സന്തോഷം പൂണ്ട അവസ്ഥയിൽ. വക്ഷസ്ഥലേ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദക്ഷലക്ഷിത കടക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖല സംകൃതാമലക്ഷ്മീം ഉന്മാർജയൻ ഇവ വിരേജിത വാസുദേവ. അലയോ വാസുദേവ, വസുദേവപുത്രനായ ഭഗവാനെ, അങ്ങ് സുഖമായിട്ട് ആ മാർത്തടത്തിൽ ലയിച്ചിരിക്കുന്നു. വിലസുന്ന ലക്ഷ്മിയുടെ ലജ്ജയോടുകൂടിയ കടാക്ഷത്തോടുകൂടി ആ കടാക്ഷ വിക്ഷേപ വിശേഷങ്ങളെ കൊണ്ട് അങ്ങ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഗൃഹത്തിൽ കംസന്റെ ദുഷ്ടത കൊണ്ട് സംഭവിച്ചിരുന്ന ആ അശ്രീകരങ്ങളൊക്കെ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അവിടെയെല്ലാം ആകെ കാന്തി പരന്നതായിട്ടുള്ള അവസ്ഥയെ കാണിക്കുന്നു. ആ വിശുദ്ധ സത്വത്തിൽ പ്രകാശിക്കുന്നവനായി വാസുദേവൻ ഇവിടെ അർത്ഥസമ്പുഷ്ടതയോടുകൂടി ഇവിടെ വിലസി അവതരിച്ചിരിക്കുന്നു. സർവത്രാസൗ സമസ്തം ച വസത്യത്രേതി വയ്യത തതസ്സ വാസുദേവേതി വിദ്വദ്ഭി പരിപഠ്യതേ. ഈ വസുദേവരുടെ അനുഭൂതിയെ വിവരിക്കുന്നു.
ശൗരിസ്തുധീരമുനിമണ്ഡലചേതസോപി ദൂരസ്ഥിതം പൗരുദീക്ഷ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളഗോദ്ഗതം അദ്ഗതാർദ്രസ്തുഷ്ടാവദൃഷ്ടിമകരന്തരസംഭവന്തം. വസുദേവരാകട്ടെ ജിതേന്ദ്രിയന്മാരായ മുനിമാരുടെ സമാധിക്ക് പോലും വിഷയമല്ലാത്തതായ ഭഗവാന്റെ ആ ശരീരം, ആ പൂവുടൽ കണ്ടിട്ട് തൻ്റെ 2 കണ്ണുകളെയും നിറച്ച് ആ സന്തോഷ അശ്രു, രോമാഞ്ചം ഇവയൊക്കെ ഉൾക്കൊണ്ട് ആ തൊണ്ടയിടർച്ച തുടങ്ങിയ ആ സാത്വിക ഭാവങ്ങളോടെ നിലകൊണ്ടു. കണ്ണിന് തേൻകുഴമ്പായ ഭഗവാന്റെ ആ അവതാരം, ആ കുഞ്ഞു കൃഷ്ണന്റെ രൂപത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ് വസുദേവര്. ദേവപ്രസീത പരപൂരുഷതാപവല്ലീ നിർലോനിദാത്ര സമനേത്രകലാവിലാസിൻ ഖേദാൻ അപാകുരു കൃപാഗുരുഭിഃ കടക്ഷൈരിത്യാദിതേന മുദിതേന ചിരം നുതോ ഭൂ. അല്ലയോ പരബ്രഹ്മമൂർത്തിയായ ശ്രീ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് പ്രസാദിക്കണമേ. ദുഃഖവള്ളി അറുക്കുന്നതായിട്ടുള്ള വാളുപോലെ വിളങ്ങുന്ന ആ കടാക്ഷ ഭംഗി കൊണ്ട് വിലസുന്ന അങ്ങയുടെ ആ രൂപം, കരുണ നിറഞ്ഞ ആ കടാക്ഷം എൻ്റെ ദുഃഖത്തെ മുഴുവനും നീക്കിക്കളയണമേ. എന്നിപ്രകാരം സന്തുഷ്ടനായ വാസുദേവനെ സ്തുതിച്ചു. അങ്ങയെ വളരെയധികം സ്തുതിക്കപ്പെടാൻ ഞാൻ അർഹനാണ്. അങ്ങേക്ക് നമസ്കാരം. അങ്ങനെ ആ സന്തോഷ അശ്രുക്കളിൽ ആറാടി അമ്മ ദേവകി വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ആ സകല ഗുണങ്ങളോടും കൂടിയ ആ ഭഗവാനെ, ആ ദയാമയനായ ഭഗവാനെ അച്ഛനും അമ്മയും അവരുടെ കഴിഞ്ഞുപോയ 2 ജന്മങ്ങളിലുണ്ടായ കാര്യങ്ങളും വിവരിച്ച് ബോധ്യപ്പെടുത്തി. അവർക്ക് ആ കാര്യങ്ങളൊക്കെ ഭഗവാൻ മായയിൽ ഓർമ്മപ്പെടുത്തി കൊടുത്തു. അമ്മയുടെ ആ അപേക്ഷ അനുസരിച്ച് ദിവ്യരൂപം ഒരിക്കൽ കാണണമെന്നുള്ള ആ മോഹം കൊണ്ട് ആ ദിവ്യരൂപത്തെ കാണിച്ചു കൊടുത്ത് അവരുടെ അനുഗ്രഹം, അവരുടെ ആ സന്തോഷം അറിഞ്ഞു. അങ്ങനെ അത് മാറ്റി വീണ്ടും മനുഷ്യ ശിശുവായി ആ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ വളരെ ലാളിത്യത്തോടെ, വളരെ നൈർമല്യത്തോടെ അവിടെ കിടന്നു. പിന്നീടാണ് ആ സ്വയംഭുവമനു അന്തരത്തിൽ സുതപസ് എന്ന പ്രജാപതി പ്രശ്നി എന്ന പകുതിയോടുകൂടി ഭഗവത് സേവ ചെയ്തു. പ്രസന്നനായ ഭഗവാനോട് അവിടുത്തെ പോലെയുള്ള ഒരു മകനുണ്ടാകണമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. മറ്റാരും ഭഗവാന് തുല്യനായിട്ടില്ലാത്തതിനാൽ ഭഗവാൻ തന്നെ അവരുടെ പുത്രനായി അവതരിക്കണം എന്ന് പ്രശ്നി ഗർഭൻ എന്നായിരുന്നു അവിടുത്തെ നാമധേയം. അന്ന് ആ 3 പ്രാവശ്യവും വരം ചോദിച്ചത് കൊണ്ട് 3 ജന്മത്തിൽ ഇങ്ങനെ അവതാരം വേണ്ടി വന്നു. 2ാമത്തെ ജന്മമാണ് വാമനാവതാരം. ഇവിടെ കൃഷ്ണാവതാരം കംസന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിക്കുന്നതിന് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉണ്ണികൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുവാൻ വസുദേവര് തയ്യാറാവുകയാണ്. ത്വൽപ്രേരിതസ്തനു നന്ദതനൂജയാതെ വ്യത്യാസമാര ചെയ്തും സഹി ശൂരസോനു ത്വാം ഹസ്തയോരധതച്ചിത്തവിധാര്യമാര്യൈരംഭോരുഹസ്തകളഹം സകിശോരരമ്യം. അതിനുശേഷം ശൂരസേനപുത്രനായ വസുദേവരാകട്ടെ അങ്ങയുടെ ആ പ്രേരണയനുസരിച്ച് നന്ദഗോപന്മാരുടെ മകളുമായി ഒരു മാറ്റക്കച്ചവടത്തിനൊരുങ്ങി. അവിടെ ആ ഭഗവതീ ദേവി അമ്പാടിയിൽ ജനിച്ചിട്ടുണ്ട്. ഇതേസമയം നന്ദഗോപരുടെയും യശോദയുടെയും പുത്രിയായിട്ട്. യോഗീശ്വരന്മാർക്ക് മനസ്സുകൊണ്ട് മാത്രം ധരിക്കാൻ പറ്റുന്നവനായ ആ ഭഗവാൻ ഇരുകൈകളിലുമായി താമരപ്പൂവിലെ കളഹംസ ശിശുവിനെ പോലെ ആകർഷകമാകും വിധം വസുദേവരുടെ കയ്യിൽ ശോഭിച്ചു. വസുദേവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഗോകുലത്തിലേക്ക് യാത്രയായി. ശൂരസേന ശബ്ദത്തിലെ ഇവിടെ ഏകശബ്ദമായി ശൂര എന്നത് കാണുന്നു. ശൂരനായ സൂനുവിനോട് കൂടി എന്ന അർത്ഥവും വരുന്നു. ഭഗവാൻ പുത്രനായി അവതരിച്ചത് കൊണ്ടാണ് ഇവിടെ ഈ അർത്ഥം വന്നത് എന്ന് മനസ്സിലാക്കാം. ഭഗവാൻ മായയുടെ മഹിമ വെളിവാക്കുന്നതാണ് അടുത്ത ശ്ലോകം. ജാതാത്തദാ പശുപസത്മനിയോഗ നിദ്രാവിമുദ്രിതമഥാകൃത പൗരലോകം ത്വൽപ്രേരണൽക്കിമിഹ ചിത്രമചേതനൈര്യൽ ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം. അനന്തരം അപ്പോൾ ഭഗവത് പ്രേരണയാൽ അമ്പാടിയിൽ അവതരിച്ച മയാഭഗവതി അയോഗനിദ്രയിൽ പോണ്ടിരിക്കുന്നു.
പുരവാസികളെ മുഴുവൻ ഗാഠമായ ഉറക്കത്തിലാഴ്ത്തിയിരിക്കുന്നു. ഇവിടെ അത്ഭുതത്തിന് ഒട്ടും അവകാശമില്ല. കാരണം ഭഗവാനാണ് ഇവിടെ ജന്മം കൊണ്ടത്. മുറുകെ ബന്ധിച്ചിരിക്കുന്ന ആ മായയെ ആ കാരാഗ്രഹത്തിലുള്ള ആ മായയെ, ജഡങ്ങളായ വാതിലുകളെയൊക്കെ തുറന്ന് അവിടെ വസുദേവർക്ക് വഴി കാട്ടുവാനായുള്ള അവസരമൊരുക്കി വസുദേവർ ഭഗവാനെയും എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുന്ന കാഴ്ച. ശേഷേണ ഭൂരിഫണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. പിന്നീടാണ് അനേകം ഭക്തി വരുത്തി മഴ തടയുന്നതായിട്ടുള്ള കളിയൻ, രത്നങ്ങളെ കൊണ്ട് പ്രകാശം വിതയ്ക്കുന്നവനായ ശേഷൻ വഴി പോലെ കാണിച്ചു കൊടുത്ത ആ വഴിയെ നീങ്ങുന്നു. അങ്ങനെ ഭഗവാനെയും എടുത്തുകൊണ്ട് അത്യന്തം ഭാഗ്യശാലിയായ വസുദേവർ പുറപ്പെട്ടു. അല്ലയോ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അനുഗ്രഹിക്കണമേ. ആ കാളിന്തി ഭഗവാനെ താലോലിക്കുന്ന തൻ്റെ ഓളങ്ങളെ കൊണ്ട് വസുദേവരുടെ കയ്യിലുള്ള ഭഗവാനെ കുഞ്ഞു കൈകളെ ഒന്ന് സ്പർശിക്കുന്നതായിട്ടുള്ള ആ അനുഭൂതിയെയും കൂടെ കാണിക്കുന്നു. അങ്ങനെ കാളിന്തി വഴിമാറി ഭഗവാൻ അനന്തൻ കുടയായി പിടിച്ചുകൊണ്ട് ഭഗവാന് മഴയിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ രക്ഷ നേടിക്കൊടുത്തു. അങ്ങനെ അവരൊക്കെ യാത്രയായി. ഭഗവാൻ വാസുദേവനെയും എടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച ലോകത്ത് എങ്ങും ഏതൊരു സജ്ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും കണ്ണിന് കുളിർമയേകുന്നതായി ഭവിച്ചു. അങ്ങനെയുള്ള ഈ ശ്രീ ഗുരുവായൂരപ്പ, എൻ്റെ രോഗത്തെ കൂടി അങ്ങ് മാറ്റിത്തരയണമേ. എൻ്റെ രോഗത്തെ നശിപ്പിച്ച് എനിക്ക് രോഗമുക്തി നൽകി മോക്ഷം, എനിക്ക് അനുഗ്രഹം നൽകണമേ എന്ന് മേൽപ്പത്തൂർ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ശ്ലോകം ഇവിടെ സമർപ്പിച്ചു. ഹരേ നമ, ശ്രീകൃഷ്ണായ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.